സുഗ്രീവ സഹചരനായിരുന്നു ഹനുമാൻ. ശ്രീരാമ ദർശനത്തോടെ രാമഭക്തനാവുകയും അദ്ദേഹത്തിന്റെ ദാസനായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാമായണത്തിലെ അത്യുജ്വലമായ പല മുഹൂർത്തങ്ങളിലും ഹനുമാന്റെ പ്രാധാന്യം നമുക്ക് കാണാം. ഇന്ന് ഹനുമത് ജയന്തി ദിനത്തിൽ ഹനുമാന്റെ കഥകളാകട്ടെ കഥയമമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഹനുമത് ജയന്തിയാണ്. രാമായണത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രം ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ സ്വരത്തിൽ ഉറക്കെ പറയാനുള്ള ഒരേ ഒരു പേര് ആ ആഞ്ജനേയ സ്വാമിയുടേതാണ്, ഹനുമാൻ സ്വാമിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ അവതാരം ഉണ്ടായ ദിവസമായിട്ടാണ് ഇന്നേ ദിവസത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി സംബന്ധിക്കുന്ന ഒരു കഥയോ അദ്ദേഹത്തിൻ്റെ അവതാര തത്വമോ ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഹനുമാൻ സ്വാമി നമുക്ക് നൽകുന്ന പാഠം എന്താണ് എന്ന് ആത്യന്തികമായിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നോക്കൂ, ഹനുമാൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ചൈതന്യം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും കേസരിയുടെയും അഞ്ജനയുടെയും പുത്രനാണ് അദ്ദേഹം, വായുദേവന്റെ പുത്രനാണ് അദ്ദേഹം, ഇങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഹനുമാന്റെ തേജസ് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ്റേത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രുദ്രാംശഭൂതനാണ്, മഹാദേവന്റെ അംശത്തോടു കൂടി ജനിച്ച ആളാണ് ഹനുമാൻ സ്വാമി. പണ്ട് ശ്രീ മഹാദേവനും ശ്രീപാർവതിയും വാനര രൂപത്തിൽ വനത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള ഉണ്ണിയാണ് ആ ഹനുമാൻ സ്വാമി എന്നാണ് സങ്കല്പം. ആ തേജസ്സിനെ വായുദേവനാണ് ആദ്യം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ പരമഭക്തരായിട്ടുള്ള കേസരി എന്ന് വിളിക്കപ്പെടുന്ന വാനര രാജാവിന് ആ ചൈതന്യത്തെ കൈമാറുന്നു. അവരുടെ ഭാര്യയായിട്ടുള്ള അഞ്ജന എന്ന് വിളിക്കപ്പെടുന്ന വാനര സ്ത്രീ, ഒരു അപ്സര സ്ത്രീ ആയിരുന്നു അവർക്ക് ശാപം കിട്ടി വാനര സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറിയതാണ്. ആ വാനര സ്ത്രീയായിട്ടുള്ള അഞ്ജനയുടെ ഗർഭത്തിലേക്ക് ആ മഹാദേവന്റെ അംശത്തെ വായുദേവൻ കേസരിയിലൂടെ സ്വാംശീകരിക്കുന്നു. അങ്ങനെയാണ് അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് ഭഗവാൻ സാക്ഷാൽ ഹനുമാൻ സ്വാമി പുറത്തേക്ക് വരുന്നത്. തന്നേക്കാൾ വലിയ ഒരു ചൈതന്യം, തന്നേക്കാൾ ശക്തിയുള്ള ഒരു വാനരൻ അഞ്ജനയുടെ ഗർഭത്തിൽ മഹാദേവന്റെ അംശത്തോടു കൂടി ജനിക്കാനിരിക്കുന്നു എന്ന് ബാലിക്ക് അറിയാമായിരുന്നു എന്നും വ്യാഖ്യാനം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ തിളച്ച ഒരു ലോഹക്കൂട്ട് അഞ്ജനയുടെ ഗർഭത്തിലേക്ക് ഒഴിച്ചു ബാലി എന്നും അത് ഭഗവാന് കവചമായി തീർന്നു, ഭഗവാൻ അതുകൊണ്ട് പരിക്കൊന്നും പറ്റിയില്ല എന്നുള്ളൊരു വ്യാഖ്യാനം കൂടെ പറയാറുണ്ട്. എങ്ങനെയായാലും ഭഗവാൻ അഞ്ജനാപുത്രനാണ്, കേസരി നന്ദനനാണ്, വായുപുത്രനാണ്, സാക്ഷാൽ മഹാദേവന്റെ അംശം തന്നെയാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഭയം എന്ന് പറയുന്നൊരു വികാരം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ്. ധീരതയുടെയും അതേസമയം ശാന്തതയുടെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി. പൊതുവിൽ നമ്മളെല്ലാവരും പറയാറുള്ളത് ഈ ധീരരായിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും അവരുടെ ശരീരവും മനസ്സും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്നാണ്. എന്നാൽ ഹനുമാൻ സ്വാമി അങ്ങനെയല്ല. ഏറ്റവും ധീരനായിരിക്കുമ്പോഴും ഏറ്റവും ശാന്തനായിരിക്കാൻ സാധിക്കുന്ന ആളാണ് അദ്ദേഹം. ഏറ്റവും പരമഭക്തനായിരിക്കുമ്പോഴും ഏറ്റവും വലിയ പോരാളിയായിരിക്കാൻ സാധിക്കുന്ന ആളാണ് അദ്ദേഹം. ഏറ്റവും വലിയ രൂപം സ്വീകരിക്കാൻ സാധിക്കുമ്പോഴും ഒരു കടുകുമണിയോളം ചെറുതാവാനും സാധിക്കുന്ന ആളാണ് അദ്ദേഹം. അത്രയധികം വിശേഷതകളുള്ള ഭഗവാന്റെ തന്നെ നാരായണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം ഹനുമാൻ എന്ന് പറയാൻ തക്ക തരത്തിലുള്ള ഗുണഗണങ്ങളുള്ള ആ അഞ്ജനാസദനായിട്ടുള്ള ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ള ഈ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളും ആത്യന്തികമായിട്ട് പഠിക്കേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ രാമായണത്തിലെ സീതാന്വേഷണത്തിന് രംഗത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. വാനരന്മാർ സമുദ്രതീരത്തെത്തി സമുദ്രം തരണം ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ വാനരന്മാരും വന്ന് ഞാൻ ഇത്ര കാതം ചാടും എന്ന് ഉറക്കെ സംസാരിക്കുമ്പോൾ തനിക്ക് മാത്രം ഇതിനൊന്നുമുള്ള കഴിവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്ന ഹനുമാനെ നോക്കിക്കാണുന്ന ജാംബവാന്റെ കഥ രാമായണത്തിലുണ്ട്. മുനിമാരുടെ ശാപം കിട്ടിയിട്ടുണ്ട് ഹനുമാന്. പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ മറന്നു പോട്ടെ, ഒപ്പം തന്നെ സ്വന്തം ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ പോട്ടെ. ഈ രണ്ട് ശാപങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എപ്പോഴാണോ ഒരു ഗുരുനാഥന്റെ സഹായം ഉണ്ടാവുന്നത് അപ്പം പൂർവ്വസ്മൃതി ഉണ്ടാവട്ടെ എന്നൊരു ശാപമോക്ഷവും ഹനുമാന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാംബവാൻ ഈ വിഷണ്ണനായിരിക്കുന്ന ഹനുമാന്റെ പക്കൽ വന്ന്
അദ്ദേഹത്തിൻ്റെ പൂർവ്വ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് രാമായണത്തിൽ നമുക്ക് കേൾക്കാം. ഹനുമാൻ താങ്കൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് സൂര്യനെ കണ്ട് അതൊരു വിശേഷപ്പെട്ട ഫലമാണെന്ന് കരുതി അതിനെ കഴിക്കാനായി ചാടിയ ആളാണ്. അതുകൊണ്ട് സൂര്യനിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ച അങ്ങേക്ക് ഈ സമുദ്രം തരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അങ്ങയുടെ ശക്തി സ്വയം തിരിച്ചറിയൂ എന്ന് ജാംബവാൻ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഹനുമാൻ സ്വാമിക്ക് തൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത് എന്നാണ് രാമായണം പറയുന്നത്. നോക്കൂ, ഹനുമാന്റെ ആ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മളിൽ എത്രയോ പേര് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. സ്വന്തം ശക്തി എന്തെന്ന് മനസ്സിലാക്കാതെ, സ്വന്തം കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കാതെ, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് കരുതി വിഷാദ രോഗത്തിനും ആത്മഹത്യയിലും അഭയം പ്രാപിക്കാനിരിക്കുന്ന എത്രയോ പേരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമുക്കിന്ന് ഈ കേരളത്തിൽ കാണാൻ സാധിക്കും. അവർക്ക് ആരുടെ കുറവാണുള്ളത്? അവർക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്ന ഗുരുനാഥന്മാരുടെ സാന്നിധ്യം നമുക്കിന്ന് അധികം കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണോ ജാംബവാൻ ഹനുമാൻ സ്വാമിയുടെ മനസ്സ് മാറ്റി അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തത്, അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ചുറ്റും കാണുന്ന തളർന്നിരിക്കുന്ന മനസ്സുള്ള ആളുകളെ യഥാർത്ഥത്തിൽ അങ്ങയുടെ ഉള്ളിലുള്ള ആഞ്ജനേയനെ തിരിച്ചറിയൂ എന്നുള്ള വാചകം കൊണ്ട് അവരെ കർമ്മപദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് യത്നിക്കാനും അവരെ പ്രാപ്തരാക്കാൻ നമ്മളാലാവുന്നത് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും ഓരോ ജാംബവാന്മാരായി മാറണമെന്നാണ് ഹനുമാൻ സ്വാമി താല്പര്യപ്പെടുന്നത്. എല്ലാവരിലും ഒരു ഹനുമാനുണ്ട്. വാനര സ്വഭാവമുള്ള മനസ്സ്, ഒന്നിലും സ്ഥിരമായിട്ട് നിൽക്കാതെ ചാടി ചാടി കളിക്കുന്ന ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുണ്ട്. അതിനെ സ്ഥിരമായിട്ട് രാമപാദത്തിൽ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ നാമജപം കൂടെ കൂടിയേ തീരൂ. ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിസ്സംശയം പറയാറുണ്ട്, എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ രാമനാമത്തിൻ്റെ ജപമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹനുമത് ജയന്തി ദിവസം ആഞ്ജനേയനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ദിവ്യനാമം രാമരാമ എന്നുള്ള മന്ത്രം കൂടെ ഉറക്കം മുഴക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആഞ്ജനേയൻ്റെയും ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.